ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രാപ്പ് ഡ്രസ്സ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് അമേരിക്കൻ ക്രൈപ്പിൽ വരുന്ന മെറ്റീരിയൽസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 മീറ്റർ അമേരിക്കൻ ക്രൈപ്പിൽ വരുന്ന ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തുണിയും അതുപോലെ തന്നെ ലൈനിങ് നമുക്ക് വേണ്ടത് അമേരിക്കൻ ക്രൈപ്പ് നമ്മൾ എടുത്തിട്ടുള്ളത് 3 മീറ്ററും ലൈനിങ് നമുക്ക് 2 മീറ്ററാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലൈനിങ്ങിൻ്റെ മേലെയാണ് നിങ്ങൾക്ക് വെട്ടിയിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഏത് തയ്യൽ അറിയാത്ത ആളുകൾക്കും ഈ സ്ട്രാപ്പിൻ്റെ ഈ ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് തന്നെ നമുക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് അവർക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അത് നമ്മൾ തയ്ച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ 2 ദിവസം നമുക്ക് വീഡിയോസ് ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പെരുന്നാളായിട്ട് സ്ട്രാപ്പ് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറഞ്ഞ റേറ്റിന് തന്നെയാണ് നമ്മളിവിടുന്ന് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ വട്ടം വരുന്നത് 3.5 ആണ്. അപ്പോൾ കാണാത്തതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോൾഡർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആം ഹോൾ വരുന്നത് 8 ആണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അളവ് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് നമ്മളിവിടെ എഴുതി കാണിക്കണമുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ കഴുത്ത് ഇറക്കം വരുന്നത് 4, പിന്നെ ആം ഹോൾ 8. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോസിൽ അളവ് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എഴുതിയിട്ടും കാണിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റിൻ്റെ ഇറക്കം. അതാണ് നമ്മളിവിടെ 14 അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആം ഹോൾ ഇതേപോലെ ഒന്ന് കുനിച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുത്തിൻ്റെ ആ ഇറക്കം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റായിട്ട് നേരെ ഒരു വരച്ചു കൊടുക്കുക. കണ്ട, ഈ വീഡിയോസിൽ കാണുന്ന അതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. എന്നിട്ട് നമ്മളതിങ്ങനെ കുനിച്ച് വെട്ടണം. അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് ഇതേപോലെയാണ് പിന്നെ നമ്മളങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. കണ്ട, അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് ഇടുക. അതിൻ്റെ മേലെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലൈനിങ് ഇട്ട് കൊടുക്കേണ്ടത്. അതായത് ഫോൾഡ് ചെയ്ത ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് കണ്ട അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 4.5 അടി ഇത് വിട്ടിട്ട് വേണം നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കാൻ. പിന്നെ നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈനിങ്ങിൻ്റെ അതേ അളവിനാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ ഒരു ഒറിജിനൽ തുണിയുടെ മുകളിൽ നമ്മൾ അളവ് കാര്യങ്ങളൊന്നും വരക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ലൈനിങ് അതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വിടുന്ന ഇങ്ങോട്ട് 4.5 ഇത് വിട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ട, അപ്പം നമുക്ക് ഏകദേശം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ആദ്യം ലൈനിങ് അടിയിൽ വെക്കുക. അതിൻ്റെ മേലെ ഈ തുണി വെച്ചിട്ട് നമുക്കിവിടെ ഇങ്ങനെ പ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു തുണി ആ ഒരു ലൈനിങ്ങിൽ കൊള്ളുന്ന രീതിയിലുള്ള പ്രില്ലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. കണ്ട, ഇതുപോലെ. അപ്പോൾ ഞാൻ അത് പ്രില്ലിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രില്ല് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രില്ല് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ലൈനിങ് ഉണ്ടല്ലോ, ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ തുണി വെച്ചിട്ട് പതിച്ച് അടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ട, ഇതുപോലെ.
അപ്പോൾ നമ്മുടെ ഒരു ഭാഗം കഴിഞ്ഞു. ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് ഭാഗം ചെയ്തെടുക്കേണ്ടത്. ബാക്കും ഫ്രണ്ടും നമ്മൾ അതുപോലെ ചുളിവിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസാണ് വേണ്ടത്. കണ്ട, ഇതുപോലെ നമുക്കൊരു 23 നീളത്തിൽ ക്രോസ് പീസാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അളവ് എത്രയാണ്, അതായത് കൈയിൻ്റെ കൈക്കുഴി മുതൽ ഉള്ള അളവാണ്. അപ്പോൾ നമ്മൾ കൈക്കുഴി 8 എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 കൈക്കുഴിയും കൂടെ വരുമ്പോൾ 8 16, 16 കൂടെ എത്ര 4 അങ്ങനെ എന്തോ 5 ആണെന്ന് തോന്നുന്നുണ്ട് കൂട്ടിയിട്ട് നമ്മൾ മൊത്തം 23 ഇറക്കത്തിലാണ് നമ്മൾ. അപ്പോൾ അത് നോക്കിയാൽ മതി നിങ്ങൾ. 23 ഇറക്കത്തിലാണ് നമ്മൾ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഉള്ള ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 23 അളവിൽ നമ്മളൊരു ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ക്രോസ് പീസാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഒരു ക്രോസ് പീസ് എടുക്കുമ്പോൾ നമ്മളുടെ കൈക്കുഴിയുടെ അറ്റത്തുനിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കൈക്കുഴിയുടെ അറ്റത്തുനിന്ന് അടിച്ച് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭാഗമൊക്കെ നമ്മളതിന് വീഡിയോസ് പോയി. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി. അപ്പോൾ എത്രയാണ് പണിയുള്ളൂ. കൈക്കുഴിയുടെ അവിടുന്ന് ആ എൻഡ് മുതൽ നമ്മളിവിടുന്ന് അടിച്ച് തുടങ്ങിയിട്ട് മടക്കി അടിക്കുക, അത്രയാണ് നമുക്ക് പണി വരുന്നുള്ളൂ. ആ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിന് പോയതുകൊണ്ടാണ് നമുക്കിതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാം. പിന്നെ ലാസ്റ്റ് നമ്മളൊരു 13 ഇറക്കത്തിൽ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ചുളിവിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത്രയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്ക്കാൻ